ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് എങ്ങനെ നല്ല വരികൾ എഴുതാം, വരികൾ എങ്ങനെ ചിട്ടപ്പെടുത്താം എന്നതിനെ പറ്റിയൊക്കെയാണ്. അപ്പം ഞാനിപ്പോൾ വിചാരിക്കുന്നത് നമുക്കിപ്പം കുറേ വരികളൊക്കെ എഴുതി പിടിപ്പിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ആ വരികൾക്ക് എത്രമാത്രം ആത്മാർത്ഥമായി നമുക്ക് എഴുതാൻ പറ്റുന്നുണ്ട്, പിന്നെ അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുമ്പോൾ തന്നെ അതിൻ്റെ അകത്ത് കുറേ പോരായ്മകൾ വരും. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു വരി എഴുതുവാണെങ്കിൽ തന്നെ ആ വരിക്കകത്ത് ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന ആ ഭാഷ ഏറ്റവും മികച്ചതായിരിക്കണം. അല്ലെങ്കിൽ പൊളിറ്റിക്കലി ഇൻകറക്റ്റായിട്ടുള്ള വേർഡ്സ് യൂസ് ചെയ്യാതിരിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ, ചില വാക്കുകൾ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടാതിരിക്കുകയോ അല്ലെങ്കിൽ പൊതുസമൂഹത്തിൽ അത് എങ്ങനെ പ്രവർത്തിക്കുമെന്ന് നമുക്കറിയാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ ഓരോ വാക്കും എഴുതുമ്പോൾ നമ്മൾ വ്യക്തമായ ധാരണ വേണം ആ വാക്കുകൾ എഴുതുന്നതിന് മുമ്പ് തന്നെ. അല്ലെങ്കിൽ നമ്മൾ ഈ വർക്കെല്ലാം ചെയ്ത് കഴിഞ്ഞ് അവസാനം പിന്നെ ഇത് ഔട്ട് ഇറക്കി കഴിയുമ്പോഴായിരിക്കും ഓർക്കുന്നത്, അയ്യോ അത് വേണ്ടായിരുന്നു എന്ന്. അപ്പം നമ്മൾ നേരത്തെ നമുക്ക് ആവശ്യമുള്ള വാക്കുകൾ ഒരു ലൈബ്രറി ഉണ്ടാക്കണം. അതിൻ്റെ അകത്ത് ഏറ്റവും മികച്ച വാക്കുകൾ, പിന്നെ നമുക്ക് ഉപയോഗിക്കുന്ന വാക്കുകളുടെ ക്വാളിറ്റി, പിന്നെ സൗണ്ടിങ്, അതെല്ലാം നോക്കിയിട്ട് വേണം നമ്മൾ വരി എഴുതാൻ തുടങ്ങേണ്ടത്. ആദ്യമേ നമുക്ക് കുറേ വാക്കുകൾ നിരത്തി ഒരു വരി എഴുതി കഴിഞ്ഞ് അത് ചിലപ്പോൾ ചിട്ടപ്പെടുത്തി വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കുകളൊക്കെ വരും. അപ്പം കുറേ ഡെമ്മി വരികളൊക്കെ എഴുതി നമ്മൾ ആദ്യമേ സെറ്റ് ചെയ്യണം. എൻ്റെ ഒരു ഇത്രയും നാൾ ഞാൻ ചെറിയ രീതിയിലൊക്കെ എഴുതി തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായത്, ഏറ്റവും കൂടുതൽ നമ്മളെ അപകടത്തിൽ പെടാൻ പോകുന്നത് ഈ ചില വാക്കുകളുടെ അർത്ഥം അറിയാതെ നമ്മൾ എഴുതി പിടിപ്പിക്കുമ്പോഴാണ്. കാരണം കേൾക്കുമ്പോൾ നല്ല ഇമ്പം തോന്നും, പക്ഷേങ്കിൽ ആ വാക്കിൻ്റെ അർത്ഥം വെച്ച് നോക്കുമ്പോൾ മറ്റേതിലേക്ക് രീതിയിലേക്ക് അത് മാറും. അപ്പം നമ്മൾ സ്വാഭാവികമായിട്ടും വാക്കുകൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. വൊക്കാബുലറി വലിയൊരു ഘടകമാണ് ഈ വൊക്കാബുലറി. നമുക്കിപ്പം ഓരോ പാട്ടിനും ഓരോ തരം ശൈലികളുണ്ട്. കാരണം ഒരു കവിത എഴുതുന്ന പോലല്ല ഒരു നാടൻ പാട്ട് എഴുതുന്ന പോലല്ല ഒരു റാപ്പ് സോങ് എഴുതുന്നത്. അപ്പോൾ അതിനായ വൊക്കാബുലറികൾ നമുക്ക് വേണം. കാരണം നമ്മൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കണം. ചില ശൈലികളുണ്ട്, ചില നാടൻ ഭാഷകൾ, ചില നാടൻ ഗ്രാമങ്ങളിൽ ഉപയോഗിക്കുന്ന ഭാഷകളായിരിക്കും ചില പാട്ടുകൾക്ക് അനുയോജ്യമാകുന്നത്. അപ്പോൾ ചില സിനിമാ പാട്ടുകൾ കേട്ടാൽ അറിയാം, ആ സിനിമാ പാട്ടുകളിൽ നമുക്ക് നമ്മുടെ മനസ്സിലോട്ട് അടുക്കാൻ ചാൻസ് കൂടുന്ന പാട്ടുകളെല്ലാം സംസാര ഭാഷയിലായിരിക്കും അത് എഴുതിയേക്കുന്നത്. കാരണം അതിൻ്റെ അകത്ത് നമുക്ക് ഒരാൾ മറ്റൊരാളോട് സംസാരിക്കുന്ന രീതിയിലായിരിക്കും ആ ഭാഷ ഉപയോഗിക്കുന്നത്. അപ്പോൾ നാടൻ ശൈലികളും അതിൻ്റെ അകത്ത് വരും. ചില അങ്ങനത്തെ കുറേ ഭാഷകളാണ് അതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്നത്. അങ്ങനെയുള്ള ഭാഷകൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്, അതിൻ്റെ അകത്ത് മറ്റുള്ളവരെ അധിക്ഷേപിക്കുന്ന പോലെയോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സമൂഹത്തിൽ ബാഡ് ഹാബിറ്റ് പോലത്തെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലുള്ള വാക്കുകൾ അതിൻ്റെ അകത്ത് ഉപയോഗിക്കരുത്. അത് വളരെ പ്രത്യേകം നമ്മൾ ചിന്തിക്കുകയും അത് അനുസരിച്ചിട്ട് മാത്രമേ നമ്മളത് എഴുതി പിടിപ്പിക്കാവൂ. ഇങ്ങനെയുള്ള വാക്കുകൾ എഴുതുമ്പോൾ തന്നെ മറ്റുള്ളവർക്ക് നമ്മൾ എഴുതുന്ന വാക്കിൻ്റെ ക്വാളിറ്റി മനസ്സിലാവും. ആ ഒരു ക്വാളിറ്റിയാണ് പിന്നീട് നമ്മളെ മുന്നോട്ട് ഡ്രൈവ് ചെയ്യുന്നത്. അപ്പം ഏറ്റവും കൂടുതൽ വൊക്കാബുലറി നമ്മൾ പഠിക്കണം. കാരണം ഭാഷകളിലെ മലയാള ഭാഷയിൽ തന്നെ ഒരുപാട് വൊക്കാബുലറി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓരോ കവിത രചന, പിന്നെ അതുപോലെ ബുക്കുകൾ എടുത്ത് വായിക്കണം. പിന്നെ ഈ പാട്ടെഴുത്തുകാരുടെ വീഡിയോസ്, ഇൻ്റർവ്യൂസ്, അങ്ങനത്തെ എല്ലായിടത്തും നമ്മൾ നോക്കണം. പിന്നെ പഴയ തലമുറയിലെ പാട്ടെഴുത്തുകാർ, പുതിയ തലമുറയിലെ പാട്ടെഴുത്തുകാർ, അവരെയെല്ലാം നമ്മൾ ഫോളോ ചെയ്യണം. അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണം. പിന്നെ അവർക്ക് കുറേ മിസ്റ്റേക്കുകൾ വന്ന കാര്യങ്ങൾ ഇതെല്ലാം അവർ പറയും, അതെല്ലാം നമ്മൾ കേൾക്കണം. പിന്നെ നമുക്ക് ഒരുപാട് മിസ്റ്റേക്കുകൾ വരും. നമ്മൾ ആദ്യം എഴുതി തുടങ്ങുമ്പോൾ മിസ്റ്റേക്കുകളായിരിക്കും മൊത്തം. പിന്നെ നമ്മളത് കേട്ടും കണ്ടും അറിഞ്ഞും നമ്മുടേതായ ഒരു രീതിയിലോട്ട് കൊണ്ടുവരുമ്പോഴേ നമുക്ക് ആ എഴുത്തിലോട്ട് വരാൻ പറ്റത്തുള്ളൂ. പിന്നെ നല്ല രീതിയിലുള്ള വായന നല്ലതായിട്ട് വേണം. കാരണം നമുക്ക് വായിച്ചാലേ ഒരുപാട് വാക്കുകൾ പുതിയത് കിട്ടത്തുള്ളൂ. ആ വൊക്കാബുലറിയിലോട്ട് നമുക്ക് എടുക്കണമെങ്കിൽ തന്നെ വാക്കുകൾ ഒരുപാട് വേണം. ഒരു പാട്ട് എഴുതുക എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എന്തായാലും ഒരു ഇമാജിനേഷൻ വേണം. അല്ലാതെ ചുമ്മാ കുറേ വാക്ക് എഴുതി പിടിപ്പിച്ചിട്ട് കാര്യമില്ല. ഇപ്പം ഒരു ഇമാജിനേഷനായിട്ട് എന്തെങ്കിലും, ഇപ്പം ഞാൻ പറയാം, ഇപ്പം നമ്മളൊരു പാട്ട് എഴുതാൻ തുടങ്ങുമ്പോൾ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ തുടക്കവും ഒടുക്കവും നമുക്ക് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം.
അല്ലെങ്കിൽ അത് പകുതി എത്തുമ്പോഴത്തേക്ക് വേറെ ഒരു രീതിയിലായിട്ട് ഡൈവേർട്ട് ചെയ്ത് പോകും. പാട്ട് നമുക്ക് പൂർണ്ണമായ രീതിയിലോട്ട് എത്തിക്കാൻ സാധിക്കത്തില്ല. അപ്പം നമുക്ക് ഒരു ട്യൂൺ ഉണ്ടായിരിക്കും, ആ ട്യൂണിനനുസരിച്ചായിരിക്കും പാട്ട് നമ്മൾ വരികൾ എഴുതി ചേർക്കുന്നത്. അപ്പോൾ ആ വരികൾ ആ ട്യൂണിൻ്റെ അത് നിൽക്കുകയും വേണം, നമ്മൾ ഉദ്ദേശിക്കുന്ന ആശയം ആ പാട്ടിൽ ഉൾപ്പെടുത്തുകയും വേണം. ആ ട്യൂണിൻ്റെ അകത്ത് ആ പാട്ട് നമുക്ക് നമ്മുടെ മനസ്സിലുള്ള ആശയത്തെ പൂർണ്ണമായ രീതിയിലും എന്നാൽ നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിലും മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന ഭാഷയിലും ആയ രീതിയിൽ തന്നെ അത് എഴുതി പിടിപ്പിക്കുകയും വേണം. വലിയൊരു ചലഞ്ചാണ്. പിന്നെ നമ്മൾ കൂടുതൽ പഠിക്കുക, കൂടുതൽ വായിക്കുക, കൂടുതൽ മറ്റുള്ളവർ പറയുന്ന കേൾക്കുക, അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഭാഷാശുദ്ധി വരും. പിന്നെ നമ്മുടെ വർക്കിൽ ഒരു ക്വാളിറ്റി ഉണ്ടാകും. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതുന്ന ഓരോ വാക്കും നമ്മൾ പിന്നീടത് മാറ്റാം എന്ന് തോന്നരുത്. കാരണം ആദ്യം നമ്മൾ കുറേ ഡമ്മി വാക്കുകൾ എഴുതുമായിരിക്കും, ആ ഡമ്മി ആയിരിക്കും ആദ്യം നമ്മൾ എഴുതുന്നത്, പിന്നീടാണ് അതൊരു പെർഫെക്റ്റിലോട്ട് കൊണ്ടുവരുന്നത്. ആ ഒരു പെർഫെക്റ്റായിട്ട് നമ്മൾ കൊണ്ടുവരുന്ന വാക്കിന് അർത്ഥങ്ങൾ പലതുണ്ടായിക്കഴിഞ്ഞാൽ പിന്നീടത് വലിയ ബുദ്ധിമുട്ടുകൾ വരും. അപ്പോൾ നമ്മൾ എഴുതുന്ന വാക്കിൽ നമ്മൾ ശരിക്കും അതിനെപ്പറ്റി പഠിക്കണം. പഠിച്ചിട്ട് മാത്രമേ മറ്റുള്ളവരിലോട്ട് എത്തിക്കാൻ ശ്രമിക്കാവൂ. ഇതൊക്കെയാണ് എനിക്ക് ഇത്രയും നാൾ ഞാൻ ഈ പാട്ട് എഴുതുന്നതിനെപ്പറ്റി പഠിച്ചതിലും പിന്നെ കുറേ ഇൻ്റർവ്യൂസ് കണ്ട് അങ്ങനെ ഒരുപാട് പഠിക്കുകയൊക്കെ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത്. നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്കും വളരെ ഉപകാരപ്പെടും. അത് നിങ്ങൾക്കും എനിക്കറിയാവുന്ന പോലത്തെ കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്കും തിരിച്ച് പറഞ്ഞു തരുന്നത്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം.